കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കസ്റ്റഡിയിലായി. പീഡനമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായ യുവാവ്. ബന്ധുവീട്ടിൽ നിന്നാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കസ്റ്റഡിയിലായല്ലോ. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊരു വഴിത്തിരിവാണ്. ഇനി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? കാഞ്ഞങ്ങാട് കാസർഗോഡ് കടന്നക്കാട് ഒഴിഞ്ഞവളത്തിൽ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ എല്ലാവരും വിചാരിച്ചത് സ്വർണത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവമായിട്ടാണ്. എന്നാൽ പിന്നീടാണ് കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിന് വിധേയമായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ലഭ്യമാവുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് അതിന്റെ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കുട്ടി പറഞ്ഞതനുസരിച്ച് കുട്ടി മുത്തശ്ശനോടും പോലീസിനോടും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുട്ടി പറഞ്ഞത് മലയാളം സംസാരിക്കുന്ന വ്യക്തിയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നൊരു കാര്യം കുട്ടി പറയുന്നുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 25 അംഗ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെയൊക്കെ തന്നെയും ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് ഇവർ അന്വേഷണം ആരംഭിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നത് സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിരുന്നില്ല എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായ സൂചനയനുസരിച്ച് CCTV ദൃശ്യങ്ങൾ സമീപ പ്രദേശത്തെ എവിടെയോ ഉള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയത് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. യുവാവിനെ പിടികൂടിയത് ബന്ധുവീട്ടിൽ നിന്നാണ്. ഇയാൾ നിരവധി പീഡന കേസുകളിൽ പ്രതിയാണ് എന്നൊരു വിവരമാണ് ലഭ്യമാവുന്നത്. കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് നാം ചോദിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുവാൻ സാധ്യമല്ല. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാം എന്നൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതിയെന്ന് സംശയിക്കുന്ന ഒരു യുവാവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.